ജ്യോതിയും കബീറും എത്തിയപ്പോഴോ വനരാജ് ഹാളിലാണ്. ജാൻവി കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും എന്റെ ഫോൺ ചാർജ് തീർന്നു, ചാർജിന് വെക്കണം, മകളെ വിളിക്കണമെന്നും പറയുമ്പോൾ കബീർ അതിന് സമ്മതിക്കും. ജ്യോതി വനരാജിന് കുടിക്കുവാനായിട്ട് കോഫി ഉണ്ടാക്കുവാനായും പോയി. എന്നാൽ ജ്യോതി കബീറിനോട് പറയുന്നുണ്ട്, ഇയാൾക്ക് എങ്ങനെ നമ്മുടെ ഫാം ഹൗസ് അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുവാനായിട്ടും കബീർ പറയും. ജ്യോതി കോഫി ഉണ്ടാക്കുവാനായും പോകും. മറ്റൊരു വശത്ത് ജാൻവി വനരാജിനടുത്തെത്തുകയാണ്. കബീർ തല തുടയ്ക്കുവാനായി പറഞ്ഞിട്ടും കേൾക്കാത്ത ജാൻവി വനരാജ് പറഞ്ഞപ്പോൾ അതനുസരിച്ചു. കൂടാതെ ജാൻവിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് വനരാജ് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ എല്ലാ കാര്യവും വനരാജിനോട് തുറന്നു പറയും. ബോയ് ഫ്രണ്ടിനൊപ്പം ലഡാക്കിൽ പോകുവാൻ പോകുന്ന കാര്യവും പറയുമ്പോൾ നീ പോകില്ല, പകരം എന്നോടൊപ്പം എന്റെ വീട്ടിൽ വരുമെന്ന് അവൻ പറയും. വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാൻവി യെസ് പറയാൻ വരുന്ന സമയം ധ്രുവ് അവളെ ഊഞ്ഞാലാടുവാനായി വിളിച്ച് ബഹളമുണ്ടാക്കും. അത് കണ്ട വനരാജ് പോയി അവനിനി ഒരിക്കലും നിന്നെ കളിക്കാൻ വിളിക്കാത്ത വിധം പേടിപ്പിക്കുവാനായി പറയും. കുറച്ചു കഴിഞ്ഞ് ധ്രുവ് ഉറക്കെ കരയുകയാണ്. എന്തെന്നാൽ ഊഞ്ഞാലിന്റെ മുകളിൽ കയറി നിന്ന ജാൻവി